ദീർഘക്ഷമ, പരോപകാരം. ഇനി പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തിയുടെ ഫലം എന്തുവാ? കോപം, ക്രോധം, അഹങ്കാരം, ഈർഷ്യ, നിന്ദവശം, ഭിന്നത, അസൂയ, വെറുക്കുത്ത, ആഭിചാരം, മദ്യപാനം. അവരവര് മനസ്സിലാക്കിയാൽ മതി എന്നിലുണ്ടെന്ന്. വേറെ ആരും മനസ്സിലാക്കാൻ പോകണ്ട. അവരവര് പ്രാർത്ഥനാ റൂമിൽ കയറിയിട്ട് എനിക്ക് ആത്മസാന്നിധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി നടന്നു പോകുമ്പോൾ വേറൊരു വ്യക്തി പറയാൻ കഴിയും നിന്നിൽ സ്നേഹമുണ്ട്. അതായിരുന്നു യേശു. യേശു ഒരിടത്തും യേശുവിന്റെ ഞാൻ യേശുവാ എവിടെയും പറഞ്ഞ ചരിത്രത്തിലുണ്ടോ? ഈ വിശ്വസിക്കാത്ത അവിശ്വാസികളുടെ മുമ്പിൽ സ്തോത്രം സാക്ഷീകരിച്ചിട്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് ഞാനാണ്. അത് അവിശ്വാസിയെ ഒക്കെ വിളിച്ചിട്ടാ പറഞ്ഞത്. അല്ലാതെ ഒരിടത്തും കർത്താവിന്റെ ഐഡന്റിറ്റി കർത്താവാണ്. ഒരു ദൈവ വൈദഗ്ധ്യമേ യഥാർത്ഥമായിട്ട് അഭിഷേകമുണ്ടെങ്കിൽ പോസ്റ്റ് അടിക്കേണ്ട കാര്യമില്ല. അഭിഷേകം ഉള്ളവന്റെ അടുത്തേക്ക് ജനം ഒഴുകിയും. ഈ ദിവസത്തിന് സഭ മടങ്ങി വരേണ്ടത് ആ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഇല്ലായെങ്കിൽ പാപബോധം ഉണ്ടാകത്തില്ല. പോസ്റ്റ് അടിച്ചുകൊണ്ടേയിരിക്കും, അപവാദം പറഞ്ഞുകൊണ്ടേയിരിക്കും, പരിഹാസിച്ചുകൊണ്ടേയിരിക്കും, നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഈ ഉള്ളവൻ അറിയാം ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. ആത്മാവുള്ള വ്യക്തിയുടെ പ്രത്യേകത പാപത്തെ കുറിച്ചും ഇതിന്റെ അപ്പുറം ഒരു പ്രവൃത്തി ഈ ബൈബിള് ഞാനൊക്കെ നിങ്ങളൊക്കെ എന്തെല്ലാം തലകുത്തി മറിഞ്ഞ് എന്തെല്ലാം പ്രഹസനം ഇവിടെ നടത്തിയാൽ ബൈബിൾ വചനപ്രകാരം ഇത് വായിക്കുമ്പോ പാപബോധം വന്നില്ലെങ്കിൽ വെറുതെ വന്നുകൊണ്ട് പോകും. പത്രോസ് ആദ്യത്തെ ഈ അഭിഷേകം പ്രാപിച്ചിട്ട് ഈ സ്റ്റേജിലോട്ട് അങ്ങോട്ട് കയറി നിന്നപ്പോ പരാജയപ്പെട്ട വ്യക്തി ഈ ജനം 3000 എണ്ണം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. മാനുഷികമായി ജഡത്തിൽ നിൽക്കുന്ന സകല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ 3000 വ്യക്തികളും അന്നേരം പത്രോസ് എവിടായിരുന്നു? 3 വട്ടം തള്ളി പറഞ്ഞവനായിരുന്നു. പക്ഷേ ഇവൻ ആ മാർക്കോസിന്റെ മാളിക മുറിയിൽ നിന്നിട്ട് അഭിഷേകം ഇങ്ങോട്ട് പ്രാപിച്ച് അവൻ അന്യഭാഷ നിറഞ്ഞിട്ട് ഈ സ്റ്റേജിലോട്ട് കയറിയപ്പോ ജനത്തിന്റെ ഹൃദയത്തിനകത്ത്